ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ബന്ധുവിന്റെ പരാതിയിലാണ് കേസ്. ലളിതാംബികയെ മാത്രമാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അതേസമയം ചികിത്സാ പിഴവിന് സസ്പെൻഷനിലായ ഡോക്ടർ ഷാഹിദയ്ക്കെതിരെ കേസെടുത്തിട്ടുമില്ല. വാർത്തയുടെ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഒരു ഇരട്ടത്താപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ കേസെടുത്തു, പക്ഷേ ഡോക്ടർ ഷാഹിദയ്ക്കെതിരെ സസ്പെൻഷനിൽ മാത്രമായി നടപടി ഒതുങ്ങിയിരിക്കുകയാണ്. ഡോക്ടർ ലളിതാംബിക പറയുന്ന വിവരമനുസരിച്ച് ഡോക്ടർ ഷാഹിദയാണ് ഈ സർജറി നടത്തിയത്. അപ്പോൾ സർജറി നടത്തിയ ഡോക്ടറെ എന്തുകൊണ്ട് വിട്ടയക്കുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? നീലിമ, 2021 മെയ് 12-ാം തീയതിയാണ് ഇത്തരത്തിൽ ഉഷ ഇവിടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത്. അന്ന് ഈ ശസ്ത്രക്രിയ നടത്തിയത് ഷാഹിദ എന്ന അന്നത്തെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഷാഹിദയായിരുന്നു. അതിൽ നേതൃത്വം നൽകിയതിൻ്റെ പേരിലാണ് ഷാഹിദയെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ധന്യ എന്ന നഴ്സിംഗ് ഓഫീസറെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ഇന്നലെ ഈ ഉഷയുടെ ബന്ധുക്കൾ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകിയത്. പരാതിയിൽ മാഗ്രറ്റ് എന്ന ബന്ധുവാണ് മൊഴി നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടതെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. എന്തുതന്നെയായാലും ഈ ഡോക്ടർ ലളിതാംബിക പറയുന്നതിനേക്കാൾ വളരെ വ്യക്തമായി ഇന്നലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഷാഹിദയാണ്. അവരിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. എന്നിട്ടും പോലീസ് ഇത്തരത്തിൽ കേസെടുത്തത് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം, ഈ ബന്ധുവിൻ്റെ മൊഴിയിൽ പറയുന്നത് ലളിതാംബിക ഡോക്ടറുടെ പേരാണ്. ബാക്കി ഈ സർജറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ഈ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. മറ്റ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രതികൾ ഇതിൽ കേസിലേക്ക് ഉൾപ്പെടുത്തും എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തുതന്നെയായാലും വരും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൊഴിയെടുത്ത് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അമ്പലപ്പുഴ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് എങ്ങനെ പോകുന്നു എന്നതാണ് കൃത്യമായും നമുക്കറിയേണ്ടത്. എന്തുതന്നെയായാലും ഈ സസ്പെൻഷൻ എന്നത് വളരെ നിസ്സാരമായ ഒരു നടപടി എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. എന്നാൽ കൃത്യമായും ഈ കുടുംബം ആവശ്യപ്പെടുന്ന പോലെ ഇല്ലേ, പൊതുസമൂഹം ആവശ്യപ്പെടുന്ന പോലെ തന്നെയുള്ള ഈ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടായത് അവർക്കെതിരെയുള്ള കർശന നടപടി അത് ഉണ്ടാവുമോ ഇല്ലയോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു നടപടിയിലേക്ക് കൃത്യമായി പോകുമോ എന്ന കാര്യം സംശയമാണ്. കാരണം കഴിഞ്ഞകാല അനുഭവങ്ങൾ അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഈ കുടുംബം ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ 5 വർഷവും വലിയ രീതിയിലുള്ള യാതനകളാണ് അനുഭവിക്കേണ്ടി വന്നത്. അതിനുള്ള അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കൂടിയാണ് ഈ ഉഷയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. സുധീഷ്.